നെക്സ്റ്റ് ഡൈവേർജൻസ് തിയറം. ഒരു ക്ലോസ്ഡ് ഓറിയൻറ്റഡ് സർഫസസിൻ്റെ ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡിൻ്റെ എതിരെയുള്ള ഒരു വെക്റ്റർ ഫീൽഡ് എഫിൻ്റെ ഫ്ലക്സും അതുപോലെ തന്നെ ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ ഡിയിലുള്ള ആ വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് ഇൻ്റഗ്രലും ഈക്വൽ ആയിരിക്കും എന്നാണ് ഡൈവേർജൻസ് തിയറത്തിൽ പറയുന്നത്. നമുക്കതിൻ്റെ എക്സാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The flux of a vector field f across a closed oriented surface S in the direction of the surface outward unit normal vector field n equals the integral of del dot f over the region D enclosed by the surface, that is surface in lower s f dot n d sigma equal to triple integral over d del dot f dv. ഇതാണ് ഡൈവേർജൻസ് തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ തിയറത്തിൻ്റെയും പ്രൂഫ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് അല്ല, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വെരിഫൈ ഡൈവേർജൻസ് തിയറം ഫോർ ദി ഫീൽഡ് വെക്ടർ എഫ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഓവർ ദി സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇവിടെ ഒരു വെക്ടർ ഫീൽഡ് എഫും അതുപോലെ തന്നെ ഒരു ഓറിയൻറ്റഡ് സർഫസ് എസും തന്നിട്ടുണ്ട്. അത് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സർഫസാണ്. ദെൻ തന്നിട്ടുള്ള ഫീൽഡിനും അതുപോലെ തന്നെ ഓറിയൻറ്റഡ് സർഫസിനും ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള സർഫസിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്യുക, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സ്ഫിയറിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്യുക. ആ സ്ഫിയറെ എൻക്ലോസ് ചെയ്യുന്ന റീജിയനെ ഡി എന്നും ഡിനോട്ട് ചെയ്യുക. എക്സിന് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇതുപോലെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് എസിനെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള ലെവൽ സർഫസിൻ്റെ ഒരു പാർട്ടായിട്ട് ട്രീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സോ സർഫസ് എസിൻ്റെ ഒരു യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് എൻ നമുക്കിതുപോലെ കണ്ടുപിടിക്കാം. വെക്റ്റർ എൻ ഈക്വൽ ടു ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ്. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയതുകൊണ്ട് വെക്റ്റർ ഡെൽ എഫ് ഈക്വൽ ടു 2xi പ്ലസ് 2yj പ്ലസ് 2zk. സോ വെക്റ്റർ എൻ ഈക്വൽ ടു 2xi പ്ലസ് 2yj പ്ലസ് 2zk ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 2xi പ്ലസ് 2yj പ്ലസ് 2zk. മോഡുലസ് ഓഫ് വെക്റ്റർ 2xi പ്ലസ് 2yj പ്ലസ് 2zk എന്നുള്ളത് റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ, അതായത് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അതിൽ നിന്നും വെക്റ്റർ എൻ ഈക്വൽ ടു 2 ഇൻറ്റു xi പ്ലസ് yj പ്ലസ് zk ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. 2 ക്യാൻസൽ ചെയ്ത് കളയുക. അതുപോലെ തന്നെ സർഫസ് എസിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആയതുകൊണ്ട് വെക്റ്റർ എൻ ഈക്വൽ ടു xi plus yj plus zk divided by a. Then vector f dot vector n equal to xi plus yj plus zk dot xi plus yj plus zk divided by a, which is equal to x square plus y square plus z square divided by a. Surface S ൽ x square plus y square plus z square equal to a square ആയതുകൊണ്ട് vector f dot vector n equal to a square by a, അതായത് vector f dot vector n equal to a. സോ സർഫസിൻ്റെ ലോവറസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ഈക്വൽ ടു സർഫസിൻ്റെ ലോവറസ് എ ഡി സിഗ്മ വിച്ച് ഈക്വൽ ടു എ ഇൻറ്റു സർഫസിൻ്റെ ലോവറസ് ഡി സിഗ്മ. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം സർഫസിൻ്റെ ലോവറസ് ഡി സിഗ്മ എന്നുള്ളത് ആ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ആണ്. സോ സർഫസിൻ്റെ ലോവറസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ഈക്വൽ ടു എ ഇൻറ്റു സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. ആ സ്ഫിയറിൻ്റെ റേഡിയസ് എ യൂണിറ്റ്സ് ആയതുകൊണ്ട് അതിൻ്റെ സർഫസ് ഏരിയ 4πa സ്ക്വയർ ആയിരിക്കും. അതിൽ നിന്ന് വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 4πa സ്ക്വയർ, അതായത് 4πa ക്യൂബ്. സോ സർഫസിൻ്റെ ലോവറസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ഈക്വൽ ടു 4πa ക്യൂബ്. ഇനി നമുക്ക് ഡൈവേർജൻസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. അതിനു മുമ്പ് ആദ്യം ആ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാം. ഡൈവ് എഫ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ വിച്ച് ഇസ് ഈക്വൽ ടു dou by dou x of x plus dou by dou y of y plus dou by dou z of z which is equal to 1 plus 1 plus 1 which is equal to 3. Then triple integral over d del dot f dv equal to triple integral over d 3 dv which is equal to 3 into triple integral over d dv. ഇവിടെയും ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി എന്നുള്ളത് ആ സ്ഫിയറിൻ്റെ വോളിയമാണ്. ഇവിടെ സ്ഫിയറിൻ്റെ റേഡിയസ് എ യൂണിറ്റ്സ് ആയതുകൊണ്ട് അതിൻ്റെ വോളിയം 4/3 πa ക്യൂബ് ആയിരിക്കും. അതിൽ നിന്നും ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡെൽ ഡോട്ട് എഫ് ഡി വി ഈക്വൽ ടു 3 ഇൻറ്റു 4/3 πa ക്യൂബ്, അതായത് 4πa ക്യൂബ് എന്ന് കിട്ടും. അതിൽ നിന്നും സർഫസിൻ്റെ ലോവറസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡെൽ ഡോട്ട് എഫ് ഡി വി. ഇതാണ് നമുക്ക് ഡൈവേർജൻസ് തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വെക്ടർ എ ഈക്വൽ ടു 2xy I plus yz square j plus xzk and S is a rectangular parallelepiped bounded by x equal to 0, y equal to 0, z equal to 0, x equal to 2, y equal to 1, z equal to 3. Evaluate സർഫസിൻ്റെ ലോവറസ് എ ഡോട്ട് എൻ ഡി സിഗ്മ. ഇവിടെ ഒരു വെക്റ്റർ ഫീൽഡ് എ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സർഫസ് എസും തന്നിട്ടുണ്ട്. അതൊരു റെക്റ്റാങ്കുലർ പാരലലെപ്പിപ്പഡ് ആണ്. അതിനെ ബൗണ്ട് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 1, സെഡ് ഈക്വൽ ടു 3 6 പ്ലെയിൻസും കൂടിയിട്ടാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സർഫസിൻ്റെ ലോവറസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എൻ ഡി സിഗ്മയാണ്. നമുക്കറിയാം എഫ് ഒരു വെക്റ്റർ ഫീൽഡും എസ് ഒരു ക്ലോസ്ഡ് ഓറിയൻറ്റഡ് സർഫസുമാണെങ്കിൽ ഡൈവേർജൻസ് തിയറത്തിൽ പറയുന്നത് ഇതാണ്. സർഫസിൻ്റെ ലോവറസ് വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എൻ ഡി സിഗ്മ ഈക്വൽ ടു ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡെൽ ഡോട്ട് എഫ് ഡി വി വെർ ഡി ഈസ് ദി റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദി ക്ലോസ്ഡ് സർഫസ് എസ്. ഇവിടെ ഒരു വെക്റ്റർ ഫീൽഡാണ്, അതുപോലെ തന്നെ സർഫസ് എസ് ഒരു ക്ലോസ്ഡ് ഓറിയൻറ്റഡ് സർഫസാണ്. സോ സർഫസിൻ്റെ ലോവറസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എൻ ഡി സിഗ്മ കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്ത് ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡെൽ ഡോട്ട് എ ഡി വി കണ്ടുപിടിച്ചാൽ മതി. വെർ ഡി ഈസ് ദി റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദി ഗിവൺ സർഫസ്. ഇവിടെ തന്നിട്ടുള്ള സർഫസ് ഒരു പാരലലെപ്പിപ്പഡ് ആണ്. അതിനെ ബൗണ്ട് ചെയ്യുന്നത് 6 പ്ലെയിൻസ് ആണ്. ആ സർഫസ് ബൗണ്ട് ചെയ്യുന്ന റീജിയനെ നമ്മൾ ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ സർഫസിൻ്റെ ലോവറസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എൻ ഡി സിഗ്മ ഈക്വൽ ടു ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡെൽ ഡോട്ട് എ ഡി വി. ദെൻ നമുക്ക് ആദ്യം ഡെൽ ഡോട്ട് എ കണ്ടുപിടിക്കാം. ഡെൽ ഡോട്ട് എ ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ എ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് 2xy I പ്ലസ് വൈ സെഡ് സ്ക്വയർ ജെ പ്ലസ് എക്സ് സെഡ് കെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് 2xy പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സെഡ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സെഡ്. നമുക്കറിയാം ഡോ ബൈ ഡോ എക്സ് ഓഫ് 2xy എന്നുള്ളത് 2y ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സെഡ് സ്ക്വയർ എന്നുള്ളത് സെഡ് സ്ക്വയർ ആണ്. ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സെഡ് എക്സ് ആണ്. ഇതിൽ നിന്നും ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 2y പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സ്. ദെൻ സർഫസിൻ്റെ ലോവറസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എൻ ഡി സിഗ്മ ഈക്വൽ ടു ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡെൽ ഡോട്ട് എ ഡി വി വിച്ച് ഇസ് ഈക്വൽ ടു ട്രിപ്പിളിൻ്റെ ലോവർ ഡി 2y പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സ് ഡി എക്സ് ഡി വൈ ഡി സെഡ്. റീജിയൻ ഡിയിൽ എക്സ് വാരി ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെയാണ്. വൈ വാരി ചെയ്യുന്നത് വൈ ഈക്വൽ ടു 0 മുതൽ വൈ ഈക്വൽ ടു 1 വരെയാണ്. സെഡ് വാരി ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു 3 വരെയാണ്. അതിൽ നിന്നും സർഫസിൻ്റെ ലോവറസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എൻ ഡി സിഗ്മ ഈക്വൽ ടു ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു 3, ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു 1, ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 2, 2y പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സ് ഡി എക്സ് ഡി വൈ ഡി സെഡ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു 3, ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 ടു 1, 2yx പ്ലസ് സെഡ് സ്ക്വയർ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഡി വൈ ഡി സെഡ്. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു 3, ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 ടു 1, 4y പ്ലസ് 2 സെഡ് സ്ക്വയർ പ്ലസ് 2 ഡി വൈ ഡി സെഡ്. വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു 3, 2y സ്ക്വയർ പ്ലസ് 2 സെഡ് സ്ക്വയർ വൈ പ്ലസ് 2y ഡി സെഡ്. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു 3, 4 പ്ലസ് 2 സെഡ് സ്ക്വയർ ഡി സെഡ്. വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 4z പ്ലസ് 2z ക്യൂബ് ഡിവൈഡഡ് ബൈ 3. സെഡിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 30. സോ സർഫസിൻ്റെ ലോവറസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എൻ ഡി സിഗ്മ ഈക്വൽ ടു 30. അത് കണ്ടുപിടിക്കുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ഡൈവേർജൻസ് തിയറം ഇവാലുവേറ്റ് ദി നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി ഫീൽഡ് വെക്റ്റർ എഫ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഐ പ്ലസ് എക്സ് സ്ക്വയർ വൈ ജെ പ്ലസ് എക്സ് സ്ക്വയർ സെഡ് കെ across the closed surface S consisting of the cylinder x square plus y square equal to a square 0 less than or equal to z less than or equal to b and the circular disc z equal to 0 and z equal to b x square plus y square less than or equal to a square. ഇവിടെ ഒരു വെക്റ്റർ ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് സർഫസ് എസും തന്നിട്ടുണ്ട്. ആ സർഫസിനെ ബൗണ്ട് ചെയ്യുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സിലിണ്ടറും സെഡ് വാരി ചെയ്യുന്നത് 0 മുതൽ ബി വരെ, അതായത് അതിനെ ലാറ്ററലി ബൗണ്ട് ചെയ്യുന്നത് ആ സിലിണ്ടറാണ്. ഒറിജിൻ സെൻറ്ററായിട്ട് എ യൂണിറ്റ്സ് റേഡിയസ് ഉള്ള സിലിണ്ടറും, അതുപോലെ തന്നെ സർഫസ് എസിൻ്റെ താഴെ ബൗണ്ട് ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു 0 എന്നുള്ള പ്ലെയിനിലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കുലർ ഡിസ്ക് ആണ്.
മുകൾ ഭാഗത്ത് ബൗണ്ട് ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു ബി എന്നുള്ള പ്ലെയിനിലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കുലർ സിലിണ്ടറാണ്. സോ ഈ 3 സർഫസും കൂടി ബൗണ്ട് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സർഫസാണ് എസ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുള്ള വെക്റ്റർ ഫീൽഡിൻ്റെ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് അക്രോസ് ദി സർഫസ് എസ് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുവാനാണ്. അതായത് സർഫസിൻ്റെ ലോവറസ് വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എൻ ഡി സിഗ്മ ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള ക്ലോസ്ഡ് സർഫസ് എസ് എൻക്ലോസ് ചെയ്യുന്ന റീജിയനാണ് ഡി എന്നുണ്ടെങ്കിൽ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സിലിണ്ടറിൻ്റെയും സെഡ് ഈക്വൽ ടു 0 സെഡ് ഈക്വൽ ടു ബി എന്നുള്ള പ്ലെയിൻസിൻ്റെയും ഇടയിലുള്ള റീജിയനാണ് ഡി എന്നുണ്ടെങ്കിൽ, ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ സർഫസിൻ്റെ ലോവറസ് വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എൻ ഡി സിഗ്മ ഈക്വൽ ടു ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡെൽ ഡോട്ട് എഫ് ഡി വി. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡെൽ ഡോട്ട് എഫ് ഡി വി ആണ്. സോ നമുക്ക് ആദ്യം ഡെൽ ഡോട്ട് എഫ് കണ്ടുപിടിക്കാം, അതായത് ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ ഫീൽഡ് എഫ് കണ്ടുപിടിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് എക്സ് ക്യൂബ് ഐ പ്ലസ് എക്സ് സ്ക്വയർ വൈ ജെ പ്ലസ് എക്സ് സ്ക്വയർ സെഡ് കെ which is equal to dou by dou x of x cube plus dou by dou y of x square y plus dou by dou z of x square z. നമുക്കറിയാം ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്നുള്ളത് 3x സ്ക്വയർ ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ വൈ എന്നുള്ളത് എക്സ് സ്ക്വയർ ആണ്. ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സ്ക്വയർ സെഡ് എക്സ് സ്ക്വയർ ആണ്. അതിൽ നിന്നും ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 5x സ്ക്വയർ. Then flux equal to surface in the lowers f dot and d sigma equal to triple in the lower d del dot f dv which is equal to triple in the lower d 5x square dx dy dz. നമുക്കിനി റീജിയൻ ഡിയിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാം. ഇവിടെ റീജിയൻ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കുലർ സിലിണ്ടറും സെഡ് ഈക്വൽ ടു 0 സെഡ് ഈക്വൽ ടു ബി ഈ രണ്ട് പ്ലെയിൻസിലുമുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കുലർ ഡിസ്കും കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയനാണ്. ആ റീജിയൻ്റെ താഴെയുള്ള എക്സ് വൈ പ്ലെയിനിലെ ആ റീജിയൻ്റെ ഷാഡോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കുലർ ഡിസ്ക്കാണ്. ദെൻ ആ റീജിയനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി റീജിയൻ ആറിലെ, അതായത് റീജിയൻ ഡിയുടെ താഴെയുള്ള എക്സ് വൈ പ്ലെയിനിലുള്ള അതിൻ്റെ ഷാഡോ റീജിയനാണ് 6. ആ റീജിയനിലെ ആർബിട്രറി ആയിട്ടൊരു പോയിൻ്റ് എക്സ് വൈ ചൂസ് ചെയ്യുക. ആ പോയിൻറ്റിലൂടെ ഇൻക്രീസിങ് സെഡിൻ്റെ ഡയറക്ഷനിൽ ഒരു വെർട്ടിക്കൽ ലൈൻ എം കൺസിഡർ ചെയ്യുക. ആ വെർട്ടിക്കൽ ലൈൻ എം റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു 0 എന്നുള്ള പ്ലെയിനിലൂടെയാണ്. റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു ബി എന്നുള്ള പ്ലെയിനിലൂടെയുമാണ്. സോ റീജിയൻ ഡിയിലുള്ള ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് വരുന്നത് സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു ബി വരെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഷാഡോ റീജിയൻ 6 കൺസിഡർ ചെയ്യുക. നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത പോയിൻ്റ് എക്സ് വൈയിലൂടെ ഇൻക്രീസിങ് എക്സിൻ്റെ ഡയറക്ഷനിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എൽ കൺസിഡർ ചെയ്യുക. ആ ലൈൻ എൽ റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള കേവിലൂടെയാണ്. റീജിയൻ ആറിനെ ലീവ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള കേവിലൂടെയുമാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ എക്സിൻ്റെ ലിമിറ്റ്സ് വരുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മുതൽ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരെയാണ്. അതുപോലെ തന്നെ റീജിയൻ ആറിനെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ എൽ വൈ ഈക്വൽ ടു മൈനസ് എ മുതൽ വൈ ഈക്വൽ ടു എ വരെ വാരി ചെയ്യണം. സോ റീജിയൻ ഡിയിലുള്ള ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിമിറ്റ്സ് വരുന്നത് വൈ ഈക്വൽ ടു മൈനസ് എ മുതൽ വൈ ഈക്വൽ ടു എ വരെയാണ്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു ബി ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു മൈനസ് എ ടു എ ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ ഡി സെഡ്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ എക്സ് സ്ക്വയർ ഒരു ഈവൻ ഫംഗ്ഷനാണ്. സോ ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 5x സ്ക്വയർ ഡി എക്സ് എന്നുള്ളത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 5x സ്ക്വയർ ഡി എക്സ് ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഈക്വൽ ടു 10 ഇൻറ്റു ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു ബി ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു മൈനസ് എ ടു എ ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ ഡി സെഡ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു ബി ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു മൈനസ് എ ടു എ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഡി വൈ ഡി സെഡ്. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 10/3 ഇൻറ്റു ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു ബി ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു മൈനസ് എ ടു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു 3/2 ഡി വൈ ഡി സെഡ്. എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു 3/2 ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു മൈനസ് എ ടു
എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു 3/2 dy എന്നുള്ളത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ y ഈക്വൽ ടു 0 ടു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു 3/2 dy ആണ്. അതിൽ നിന്നും വിച്ച് ഇസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 3 ഇൻ്റഗ്രൽ z ഈക്വൽ ടു 0 ടു b ഇൻ്റഗ്രൽ y ഈക്വൽ ടു 0 ടു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു 3/2 dy dz. ഇൻ്റഗ്രൽ y ഈക്വൽ ടു 0 ടു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു 3/2 dy ഇവാലുവേറ്റ് ചെയ്യുവാൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു. പുട്ട് y ഈക്വൽ ടു എ സൈൻ തീറ്റ, ദെൻ dy ഈക്വൽ ടു എ കോസ് തീറ്റ ഡി തീറ്റ. y ഈക്വൽ ടു എ സൈൻ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു y ബൈ എ, തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എ. സോ y ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. y ഈക്വൽ ടു എ ആയിരിക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു π/2 ആയിരിക്കും. കാരണം y ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. y ഈക്വൽ ടു എ ആയിരിക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 വിച്ച് ഇസ് ഈക്വൽ ടു π/2. സോ ഇൻ്റഗ്രൽ y ഈക്വൽ ടു 0 ടു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു 3/2 dy ഈക്വൽ ടു ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 ടു π/2 എ ക്യൂബ് ഇൻറ്റു കോസ് ക്യൂബ് തീറ്റ എ കോസ് തീറ്റ ഡി തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 ടു π/2 കോസ് റേസ് ടു 4 തീറ്റ ഡി തീറ്റ. ദെൻ കോസ് റേസ് ടു 4 തീറ്റയ്ക്ക് പകരം കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എന്നും കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്നും റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു π/2 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഡി തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു 4/4 ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 ടു π/2 1 പ്ലസ് കോസ് സ്ക്വയർ 2 തീറ്റ പ്ലസ് 2 കോസ് 2 തീറ്റ ഡി തീറ്റ. ദെൻ കോസ് സ്ക്വയർ 2 തീറ്റയ്ക്ക് പകരം 1 പ്ലസ് കോസ് 4 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു 4/4 ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 ടു π/2 1 പ്ലസ് കോസ് 4 തീറ്റ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 കോസ് 2 തീറ്റ ഡി തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇൻ്റഗ്രൽ y ഈക്വൽ ടു 0 ടു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു 3/2 dy ഈക്വൽ ടു എ റേസ് ടു 4 ഇൻറ്റു 3/4 ഇൻറ്റു 1/2 ഇൻറ്റു π/2 വിച്ച് ഇസ് ഈക്വൽ ടു 3/16 ഇൻറ്റു പൈ എ റേസ് ടു 4. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്ലക്സ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഇൻ്റഗ്രൽ z ഈക്വൽ ടു 0 ടു b 3/16 ഇൻറ്റു പൈ എ റേസ് ടു 4 dz. വിത്ത് റെസ്പെക്ട് ടു z ഇൻ്റഗ്രേറ്റ് ചെയ്ത് സെഡിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്ലക്സ് ഈക്വൽ ടു 5/4 ഇൻറ്റു പൈ ഇൻറ്റു ബി എ റേസ് ടു 4. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി ഫീൽഡ് വെക്ടർ എഫ് ഈക്വൽ ടു xi പ്ലസ് വൈ ജെ പ്ലസ് zk ഓൾ ഡിവൈഡഡ് ബൈ റോ ക്യൂബ് where rho equal to root of x square plus y square plus z square across the boundary of the region D given by 0 less than a square less than or equal to x square plus y square plus z square less than or equal to b square. ഇവിടെ ഒരു 3 ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസിലുള്ള ഒരു റീജിയൻ ഡി തന്നിട്ടുണ്ട്. റീജിയൻ ഡി രണ്ട് കോൺസെൻട്രിക് സ്പിയേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു റീജിയൻ ആണ്. ആ റീജിയൻ്റെ ബൗണ്ടറിയാണ് എസ് എന്ന് വിചാരിക്കുക. നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി ഫീൽഡ് എഫ് അക്രോസ് ദി ബൗണ്ടറി ഓഫ് ദി റീജിയൻ ഡി ആണ്. അതായത് സർഫസിൻ്റെ ലോവറസ്റ്റ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനു പകരം ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്ത് ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡെൽ ഡോട്ട് എഫ് ഡി വി കണ്ടുപിടിച്ചാൽ മതി. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ എഫ് ഈക്വൽ ടു xi പ്ലസ് വൈ ജെ പ്ലസ് zk ഡിവൈഡഡ് ബൈ റോ ക്യൂബ് വേർ റോ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അതുപോലെ തന്നെ റീജിയൻ ഡി രണ്ട് കോൺസെൻട്രിക് സ്പിയേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു റീജിയൻ ആണ്. ആ റീജിയൻ്റെ ബൗണ്ടറിയാണ് എസ്. നമുക്ക് ആദ്യം തന്നിട്ടുള്ള വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാം. ഡൈവ് എഫ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു ഡോ ബൈ ഡോ xi പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ zk ഡോട്ട് xi പ്ലസ് വൈ ജെ പ്ലസ് zk ഡിവൈഡഡ് ബൈ റോ ക്യൂബ് which is equal to dou by dou x of x divided by rho cube plus dou by dou y of y divided by rho cube plus dou by dou z of z by rho cube. ഇവിടെ റോ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയതുകൊണ്ട് അതൊരു കോൺസ്റ്റൻ്റ് അല്ല, അത് എക്സിലും വൈയിലും സെഡിലുമുള്ള ഒരു ഫംഗ്ഷനാണ്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുവാൻ ഒന്നുകിൽ കോഷ്യൻ റൂളോ അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് റൂളോ അപ്ലൈ ചെയ്യണം. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ഓരോ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കുന്നത്. ആദ്യം റോ റേസ് ടു -3ക്കും അതുപോലെ തന്നെ എക്സിനും പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ റേസ് ടു -3 ഇൻറ്റു എക്സ് ഈക്വൽ ടു റോ റേസ് ടു -3 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ റേസ് ടു -3.
which is equal to rho raised to minus 3 into 1 plus minus 3 into x into rho raised to minus 4 into dou rho by dou x. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ റോ ക്യൂബ് ഈക്വൽ ടു റോ റേസ് ടു മൈനസ് 3 മൈനസ് 3x ഇൻറ്റു റോ റേസ് ടു മൈനസ് 4 ഇൻറ്റു ഡോ റോ ബൈ ഡോ എക്സ്. ഇതുപോലെ ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ റോ ക്യൂബ് ഈക്വൽ ടു റോ റേസ് ടു മൈനസ് 3 മൈനസ് 3y ഇൻറ്റു റോ റേസ് ടു മൈനസ് 4 ഇൻറ്റു ഡോ റോ ബൈ ഡോ വൈ. And dou by dou z of z by rho cube equal to rho raised to minus 3 minus 3z into rho raised to minus 4 into dou rho by dou z. ഇനി നമുക്ക് ഡോ റോ ബൈ ഡോ എക്സും ഡോ റോ ബൈ ഡോ വൈയും ഡോ റോ ബൈ ഡോ സെഡും കണ്ടുപിടിക്കാം. റോനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ റോ ബൈ ഡോ എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു മൈനസ് 1/2 ഇൻറ്റു 2x വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ളത് റോ ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ റോ. അതുപോലെ തന്നെ ഡോ റോ ബൈ ഡോ വൈ ഈക്വൽ ടു വൈ ബൈ റോ എന്നും ഡോ റോ ബൈ ഡോ സെഡ് ഈക്വൽ ടു സെഡ് ബൈ റോ എന്നും നമുക്ക് കിട്ടും. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു റോ റേസ് ടു മൈനസ് 3 മൈനസ് 3x ഇൻറ്റു റോ റേസ് ടു മൈനസ് 4 ഇൻറ്റു എക്സ് ബൈ റോ പ്ലസ് റോ റേസ് ടു മൈനസ് 3 മൈനസ് 3y ഇൻറ്റു റോ റേസ് ടു മൈനസ് 4 ഇൻറ്റു വൈ ബൈ റോ പ്ലസ് റോ റേസ് ടു മൈനസ് 3 മൈനസ് 3z ഇൻറ്റു റോ റേസ് ടു മൈനസ് 4 ഇൻറ്റു സെഡ് ബൈ റോ. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 3 ബൈ റോ ക്യൂബ് മൈനസ് 3 ബൈ റോ റേസ് ടു 5 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 3 ബൈ റോ ക്യൂബ് മൈനസ് 3 റോ സ്ക്വയർ ഡിവൈഡഡ് ബൈ റോ റേസ് ടു 5. അതായത് 3 ബൈ റോ ക്യൂബ് മൈനസ് 3 ബൈ റോ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫ്ലക്സ് ആണ്. ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സർഫസിൻ്റെ ലോവറസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മയാണ്. അതിന് പകരം ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡെൽ ഡോട്ട് എഫ് ഡി വി കണ്ടുപിടിച്ചാൽ മതി. കാരണം സർഫസിൻ്റെ ലോവറസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മയും ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡെൽ ഡോട്ട് എഫ് ഡി വിയും ഈക്വലാണ്. ഇവിടെ ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡെൽ ഡോട്ട് എഫ് ഡി വി ഈക്വൽ ടു 0. അതിൽ നിന്നും സർഫസിൻ്റെ ലോവറസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ഈക്വൽ ടു 0. അതായത് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി ഫീൽഡ് എഫ് അക്രോസ് ദി ബൗണ്ടറി ഓഫ് ദി റീജിയൻ ഡി ഈസ് 0. ഇതാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.